പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന, അത് കിടപ്പറവൻ കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ. അവര് മിസ്കോളിലൂടെ പരിചയപ്പെട്ടവരല്ല. ഓ ചെറുപ്പക്കാരാ, ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ, മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ ലോക പ്രശസ്തനായ ഒരു പുരുഷനാണ്, അതിനേക്കാൾ പ്രശസ്തിയായ ഒരു പെണ്ണുമാണ്. അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല, ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല. ഓ പുരുഷനാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ, ഇമാം ശാഫഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി നിങ്ങൾക്കറിയുമോ? ആരാ ഇമാം ശാഫഈ എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, 7ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ, 10ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, 15ാമത്തെ വയസ്സിൽ നാട്ടിലെ ഖാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട നാഫിനെ പോലെ വക്കീനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ 15ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ ഖാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ. ഓ ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് ഒരു കൂട്ടുണ്ടായിരുന്നു. ഓ കൂട്ടാരാന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ. അതൊരു പെണ്ണായിരുന്ന മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുത് കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ? ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരാ? ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ. ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞും അറിയാതെ പാടിപ്പുകത്താറില്ലേ? ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നഫീസത്ത് മാല ഞാൻ പകർന്നിടുന്നേ. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ, ഇവരെ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് എങ്ങാനും ഒരു തലവേദന വന്നാൽ ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് പറയും, നഫീസത്തുൽ മിസ്രിയാന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിടും, ഇമാം ശാഫിയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. ഇമാമുന ശാഫഈ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ? പെങ്ങളെ, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും ഭാര്യപ്പുണരാനുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ശാഫിയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാര് പറയുമ്പോ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് രോഗം വന്നിട്ട് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നഫീസ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ടു നഫീസത്തുൽ മിസ്രിയാന്റെ അടുക്കല്. നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം മാറാൻ ശിഫാ ചെയ്യലല്ല. നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് ബീഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാണവർക്ക് നൽകിടത്തൂരത്തേ. എന്ന് ബീഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാവർക്ക് നൽകിടാൻ ദുആത്തേ. ഇമാം ശാഫിക്ക് രോഗം ശിഫമാവുകയില്ല. അല്ലാഹുവിന്റെ കാണാൻ പോവുകയാ ഇമാം ശാഫഈ റഹിമഹുല്ലാഹ്. ഇനി അല്ലാഹുവിന്റെ നിക്കാണ് കാണുന്നതെന്ന് നഫീസത്തുൽ മിസ്രിയ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാം ശാഫിയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവറുകൾ പറഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റഹിമഹുല്ലാഹ് മരണാസന്നനായി കിടക്കുമ്പോ ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് പറഞ്ഞതെന്താ? ഞാനെങ്ങാനും
മരിച്ചുപോയാൽ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്നവർക്ക് ബീവിയാളെ കൊണ്ടുടനെ മൈത്തേ യൗമമാൾ തൊഴുതിടുക വേണമെന്ന് വസീയത്തേ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറഞ്ഞിരുന്നതാണ്. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇമാമുന ശാഫി മരണാസനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ശാഫി പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, എനിക്ക് വേണ്ടി മയ്യത്തൊന്ന് നിസ്കരിക്കാൻ നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ന്. ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക. ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫി വഫാത്താകുമ്പോ ആരോടാ? ഒരു പുരുഷനോടല്ല, ഒരു പെണ്ണിനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഇമാം ശാഫി റഹിമഹുല്ലാഹുടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മഅ്മൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ശാഫി റഹിമഹുല്ലാഹുക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന, അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്ന, മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന, മരിക്കുന്ന സമയത്ത് പുറകിൽ കൈകെട്ടി നിന്നിട്ട് അല്ലാഹു വേണ്ട കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാൻ ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിന് ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ, ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ. ആ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. അതിനെന്ത് ചെയ്യണം? അല്ലാഹുമായിട്ട് കൂട്ടുകൂടണോ, അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ? ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ, ഏത് സമയത്തും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കളെ. അല്ലാഹ്ക്ക് കോപം വരുന്ന, അല്ലാഹു ബന്ധം മുറിച്ചു നൽകുന്ന, വയറ്റിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി കല്ല് കിടന്നാൽ അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടാകുമോ? പട്ടച്ചാരായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിന് ഇഷ്ടമുണ്ടാകുമോ? പെങ്ങളെ തലമറക്കാറ് നടന്നാൽ റബ്ബിന് ഇഷ്ടമുണ്ടാകുമോ? പെങ്ങളെ ഏശന് പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ? ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ? മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ? വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ? പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായി ഏൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതിൽ തുറന്നു കൊടുത്ത റബ്ബിനിട്ടമാകുമോ? 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 അതുകൊണ്ട് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത കല്ല് നമുക്ക് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട, അല്ലാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഈ വൈകിയ വേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ, നിസ്സാര കാര്യത്തിൽ പിണങ്ങുന്നവരല്ലേ, ആപത്ത് വന്നാൽ ഓടി ഒളിക്കുന്നവരല്ലേ, ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലബ്യങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ? അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസിയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ
എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ? പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. റൂഹെന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. റൂഹെന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ. അല്ലാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി. ആ നാട്ടിലെ വഴിപടച്ച വ്യഭിചാരിയായ പെണ്ണ് ആ ചെറുപ്പക്കാരനെ വഴിതെറ്റിക്കാൻ പുറകെ കൂടുകയാണ്. ആ പെണ്ണ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, അയ്യുഹൽ ഫത്താ, അയ്യുഹൽ ഫത്താ, അയ്യുഹൽ ഫത്താ. ഏ യുവാവേ, കടന്നു വരുമോ? എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ? ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ്ണ് വിളിക്കുകയാണ്, മരുഭൂമിയുടെ എന്റെ മൺകുടിലിൽ എന്നോടൊത്തൊന്ന് ചെയ്യിക്കുമോ? അല്ലാഹുവിനെ പേടിയുള്ള തഖ്വയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണ് അവസാനം ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ശിഅറാ, അൽ തുഹ്സിനു ശിഅറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? ഇത് കേട്ട ഉടനെ സാലികത്തായ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. പെണ്ണെ, ഞാൻ നിനക്ക് വേണ്ടി 2 വരി പാട്ട് പാടിത്തരാം. എനിക്ക് പാട്ടറിയാം, ഞാൻ പാടിത്തരാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന, പെണ്ണെ, അല്ലാ തബ് തഗീഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. അല്ലാ തബ്തഗി ഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. ഏ പെണ്ണേ, നീ നിന്റെ സൗന്ദര്യം കൊണ്ട് ധാരാളം പുരുഷന്മാരെ നീ വഴിതെറ്റിച്ചിട്ടുണ്ടാവാം. പക്ഷേ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. മരിക്കുന്നത് വരെ ചെറുപ്പെണ്ണെ, എന്നെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ല. മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ വീഴുകയില്ല പെണ്ണേ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്റെ മുമ്പിൽ വീഴാത്തതിന്റെ കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബുൽ ഫആലിൽ മുബിഖാതി. ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നോക്കുകയല്ലേ. എന്നെയും നിന്നെയും അർശിന്റെ മുകളിലിരിക്കുന്ന റബ്ബ് കാണുകയല്ലേ. വയഗ്ലബുൽ ഫആലിൽ മുബിഖാതി. അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവനോട് അവന് വല്ലാത്ത കോപമല്ലേ, വല്ലാത്ത കോപമല്ലേ. കോപിച്ചാൽ പിന്നെ റബ്ബ് സ്നേഹിക്കുമോ? അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അല്ലാഹ് വല്ലാത്ത കോപമല്ലേ. അതുകൊണ്ട് പെണ്ണേ, വലൗ താല സീറു ഇലൽ ഫലാതി വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. ഈ മരുഭൂമിയിലൂടെ എത്ര കാലം എന്റെ പുറകെ നീ നടന്നാലും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണേ. എന്നാൽ അല്ലാഹു നാളെ നമുക്കൊരു പ്രതിഫലം നൽകും.